രണ്ടാഴ്ചയുള്ള പരിപാടി നിർത്തി. ഞാൻ അവിടെ ആശുപത്രിയിൽ വരി നിന്നത്, ടോക്കൺ കിട്ടിയത്, ഡോക്ടറെ കാണിച്ചത്, അഡ്മിറ്റായി, കാപ്പി കുടിച്ച് എല്ലാം പറഞ്ഞിപ്പോൾ അത്രയും പറഞ്ഞു. അത് കഴിഞ്ഞ് അവളെ അമ്മയെ വിളിച്ചിട്ട് അമ്മയെ ട്രിപ്പ് ഇടാനുള്ള മരുന്നെല്ലാം കൊണ്ടുവച്ചെന്നെല്ലാം. പിന്നെ ഇപ്പം എന്ത് പറ്റുന്നു? ഡോക്ടർ കണ്ടു, ഡോക്ടർ അഡ്മിറ്റിന് എഴുതി. ഞങ്ങൾ പോയിട്ട് 12:30 കഴിയും വാർഡിലെത്തിയപ്പോൾ. ഞാൻ 1 മണിക്കാണ് ഇതെടുത്തിരിക്കുന്നത്. അവിടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് 1-2-നാണ് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം. ആൾ ശരം വെളുത്തിട്ടൊക്കെയാണ്. പിന്നെ അതിനിടയിൽ എന്താ ഇഞ്ചക്ഷനാണോ ട്രിപ്പാണോ അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന അവസ്ഥയെന്ന് വെച്ചാൽ ശരീരം ഫുള്ള് കറുത്ത നിറമായി, കണ്ണടയ്ക്കുന്നുണ്ട്, വാ തുറന്നിരിക്കുന്നുണ്ട്, കണ്ണിൻ്റെ ഈ ഭാഗത്തെല്ലാം നീല നിറമായി, വായിക്കകമെല്ലാം നീല നിറം, നാക്ക് നീല നിറം, ചുണ്ടൊക്കെ നീല നിറം, ബാക്കിയെല്ലാം കറുത്ത നിറം. ആ ഒരു അപ്പോഴും 3 ഡോക്ടർമാർ ഒരാൾ പോയി എന്നുള്ള രീതിയിലാണ് സംസാരം. ഹാർട്ട് ബീറ്റ് ഇല്ല, പൾസില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ട് ജീവൻ്റെ തുടിപ്പ് ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞ് 1 മണിക്കൂറോളം CPR നൽകിയതിന് ശേഷമാണ് അവിടെ വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. ഈ വിടുന്ന വഴിക്ക് തന്നെ 1 പ്രാവശ്യമൊക്കെ കണ്ണു തുറന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഈ 6 ദിവസം കിടന്നിട്ട് കണ്ണൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് വെന്റിലേറ്ററിലാണ്. 6 ദിവസം തിങ്കളാഴ്ച പോയി, ഒരു 10 മിനിറ്റ് ആ വെട്ടി കിടന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തി. കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നലെ മരിച്ചതിന് ശേഷം നമ്മൾ അവിടെ മോർച്ചറിയിൽ ചെന്നിട്ട് കേസ് ഷീറ്റ് ആവശ്യപ്പെട്ടു. കളക്ടർ വന്നപ്പോഴത്തേക്ക് ബഹളം വെച്ചിട്ട് കേസ് ഷീറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഇന്ന് എൻ്റെ ഫാമിലി സുഹൃത്തോടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേസ് ഷീറ്റ് ഇല്ലാതെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല, നെയ്യാറ്റിൻകര എന്നുള്ള കേസ് ഷീറ്റ് വേണമെന്ന് പറഞ്ഞു. എന്ത് മെഡിസിനാണെന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി. അങ്ങനെ ആദ്യം കളക്ടർ പറഞ്ഞു അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. ബാക്കി കാര്യങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം സമയത്ത് മേഡത്താന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അവിടെയും വീണ്ടും അവർ തരാൻ മടിച്ചു, ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കേസ് ഷീറ്റ് തന്നു. കോപ്പി എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഇൻക്വസ്റ്റിന് കയറി. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് കയറ്റിയത്. അപ്പം ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് വെറുതെ നോക്കിയതാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ECG, ഒരു പേഷ്യൻ്റെ ECG ആണ്. ഇവർ 2:47 അവരെടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. ഇതിൻ്റെ തെറ്റായ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ 2:47 ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിൽ IP ഫയൽ എടുത്തിട്ടുണ്ട് പേഷ്യൻ്റ് അവിടെ എത്തിയിട്ട്. ഈ ഇതിനകത്ത് കേസ് ഷീറ്റിനകത്ത് വെച്ചിരിക്കുന്ന ECG 3:41, അതുപോലെ ID നമ്പർ 9319, 3 ECG ഉണ്ട്. ഇതിനകത്ത് ഒന്നുമില്ല. ഇതും 19 9319 1541. ഇത് വെറും 10 സെക്കൻഡ് വ്യത്യാസമാണ്. നിങ്ങൾ അവിടെ ആ സമയത്ത് എത്തിയോ? 2:47 മെഡിക്കൽ കോളേജിൽ ഫയൽ എടുത്തതിന്റെ എത്തി 1 മണിക്കൂർ കഴിഞ്ഞ മെഡിക്കൽ കോളേജിൽ IP എടുത്തതിന്റെ ഫയൽ 14:47 മൊബൈലുണ്ട്, ക്ലിയർ ആയിട്ടുള്ളത്. 14:47 മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തിട്ട് ഫയൽ IP ഫയൽ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പേജാണിത്. അപ്പോൾ ഈ ECG തന്നെ പേജാണെന്നുള്ളത് അവർ ആരുടെയോ ECG 15:41 അല്ല സാർ, പേഷ്യന്റ് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് ഇത് നെയ്യാറ്റിൻകരയുടെ കേസ് IP എടുത്തായിരുന്നു. ആ രോഗിക്ക് ഇവിടെ 3:45 അവർ ഇവിടെ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കളക്ടർ അല്ലല്ല ഇത്. അപ്പൊ പേഷ്യന്റ് ഇല്ലാത്ത സമയത്ത് ഇത് വേറെ അവരുടെ ECG ആണ്. ഈ 3 ECG ടൈം വ്യത്യാസം, പേര് വ്യക്തമായി എഴുതിയിരിക്കുന്നു, സൂപ്രണ്ട് സൈൻ ചെയ്തിരിക്കുന്നു. സൂപ്രണ്ട് പോലീസിന് കൊടുത്തപ്പോൾ ചെക്ക് ചെയ്ത് സീൽ ചെയ്ത ECG ആണ്. ഇതിനകത്ത് ഇളകിപ്പോയതാണ്. നമ്മുടെ എല്ലാത്തിൻ്റെയും കോപ്പിയുണ്ട്. അത് കഴിഞ്ഞിട്ട് സാർ പേഷ്യൻറ്റിൻ്റെ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഈ സർജറിയോ എന്തെങ്കിലും ആവശ്യമായി വന്നാലും പറഞ്ഞുകൊണ്ട് ഒരു സൈൻ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആംബുലൻസിൽ കയറാൻ നേരത്ത് ഒരു 3 പേപ്പറുകൾ കൊണ്ടുവന്ന് എന്നോട് ഒപ്പിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് വായിച്ച് നോക്കാനോ ഒന്നിനുള്ള സമയമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഒറിജിനൽ ഒപ്പ്, 2 പ്രത്യേക സമ്മതപത്രം എന്ന് പറഞ്ഞിട്ട് അവരെ ഒപ്പിട്ടേക്കും.
ഇതൊക്കെ ഇന്നലെ നമുക്ക് അത് അവിടെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ള പേപ്പറിൽ ഒരു ഒപ്പിട്ട് വാങ്ങിച്ചായിരുന്നു. ആ പുള്ളിയിട്ട് അവർ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇടാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇടണമെന്ന് പറഞ്ഞു. പ്രത്യേക തെളിവാണ് ഇതെല്ലാം. ഇവിടെ ഇടാൻ പോയപ്പോൾ ഇവിടെ ഇടാൻ പറഞ്ഞു. എന്നിട്ട് അവർ ഏത് ചേർത്തേക്കാണ് അതിൻ്റെ ടൈം 1 PM റെഫർ ചെയ്യാനുള്ള പേപ്പറായിട്ട്. പിന്നെ മെഡിസിൻ ഫാൻഡോപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഈ കേസ് ഷീറ്റ് കിട്ടിയതിന് ശേഷമാണ് അവർ റെഫർ ചെയ്ത് വിട്ട കേസ് ഷീറ്റിനകത്ത് ഈ മെഡിസിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ എഴുതിയിരിക്കുന്ന മെഡിസിനാണ്, പെയിൻ കില്ലർ മെഡിസിനാണ്. ട്രമഡോള്, ഓവറൈൻ, പാരസെറ്റമോൾ അങ്ങനെ തുടങ്ങി മെഡിസിൻസ് എഴുതിയിട്ടുണ്ട്. അതിൽ ഇത്രയും മെഡിസിൻസ് കൊടുത്തതായിട്ട് ടിക്ക് ഇട്ടിട്ടുണ്ട് ഡോക്ടർ. കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഇൻഡ്യൂ ഇടാൻ പറ്റുള്ളൂ ഡോക്ടറിന്. സിസ്റ്റർമാർ എഴുതിയിരിക്കുന്ന 15-ാം തീയതി കൊടുത്തു എന്നാണ് പറയുന്നത്. സിസ്റ്റർമാർ എഴുതിയിരിക്കുന്ന അവിടുന്ന് അവരൊന്നും ചെയ്തിട്ടില്ല. ചെന്നുടനെ ശ്വാസമില്ല, കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട കൃഷ്ണ തങ്കപ്പൻ്റെ മരണം വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടിക്ക് നൽകിയിട്ടുള്ള മരുന്നുകളെ സംബന്ധിച്ചും ചികിത്സയെ സംബന്ധിച്ചും നിരവധി പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും രോഗിയുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ളത്. നെയ്യാറ്റിൻകര ആശുപത്രിയിലും അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും നൽകപ്പെട്ടിട്ടുള്ള ചികിത്സയെ സംബന്ധിച്ച് ബന്ധുക്കൾക്കും അതോടൊപ്പം നാട്ടുകാർക്കും ധാരാളം സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാത്രമല്ല, ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാർക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകിയത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്നോട് കൃഷ്ണയുടെ ബന്ധുക്കളും ബാക്കിയുള്ള ആളുകളുമൊക്കെ ഈ കേസിൻ്റെ ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ, പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ മുഴുവൻ സൂചിപ്പിക്കുകയുണ്ടായി. സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കലക്ടർ ഇന്നലെ നൽകി എന്ന് പറയപ്പെടുന്ന ഉറപ്പ് ഇന്ന് രാവിലെയോടുകൂടി ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനമുണ്ടാകും എന്നുള്ള ഉറപ്പ് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം. ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, പ്രത്യേകിച്ച് 3 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ആ കുഞ്ഞിൻ്റെ തുടർന്നുള്ള ജീവിതവും വിദ്യാഭ്യാസവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ, നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നാട്ടുകാർ, ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ പരിശ്രമങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാകും. ഈ ഡോക്ടേഴ്സ് കൃത്രിമമായ രേഖകൾ ഉണ്ടാക്കി എന്ന് ബന്ധുക്കൾ വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണത്. കാരണം രോഗിയുടെ ചികിത്സയിൽ വീഴ്ച സംഭവിക്കുന്നത് ഒരുപക്ഷെ ഡോക്ടറുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകാം. അത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ കൃത്രിമമായിട്ടുള്ള രേഖകൾ ചമച്ച് ഈ കേസിനെ, ഈ സംഭവത്തെ തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം, അങ്ങനെ ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തന്നിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. അതാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നതും. അതിനുത്തരവാദികൾ ആരാണ്? അതിൽ ഒപ്പിട്ടിട്ടുള്ളതും അതിൽ സർക്കാരിൻ്റെ സീല് പതിപ്പിച്ചിട്ടുള്ളതുമൊക്കെ ആശുപത്രി മേധാവി ഉൾപ്പെടെയുള്ള ആളുകളുടേതാണ്. അങ്ങനെയുള്ള രേഖകൾ, ആ രേഖകൾ ചമച്ച ആളുകൾക്കെതിരായിട്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ക്രിമിനൽ ശിക്ഷാ നിയമപ്രകാരം അടക്കം ശിക്ഷയ്ക്ക് വിധേയമാക്കാവുന്ന കുറ്റമാണ്. ആ കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കണം.